അവിടെ ഒരു ക്ഷേത്രത്തിലെ പൂരമാണ്. ആ പൂരത്തിന് ശേഷം സ്വാഭാവികമായി അവിടെ റീൽസൊക്കെ ചിത്രീകരിച്ച് കുറച്ച് ചെറുപ്പക്കാർ നിൽക്കുന്നുണ്ട്. അവരിൽ ആരെങ്കിലുമൊക്കെ മദ്യപിച്ചിട്ടുണ്ടാകും. അപ്പോൾ ഉത്സവത്തിന് മദ്യപിക്കും ആളുകൾ, ചിലർ മദ്യപിച്ചൊക്കെ ചെല്ലും. അലമ്പുണ്ടാക്കിയാൽ അത് കൈകാര്യം ചെയ്യണം, പോലീസ് ഇടപെടണം, ആ കാര്യത്തിൽ തർക്കമൊന്നുമില്ല. പക്ഷേ ഇവരിങ്ങനെ നിൽക്കുന്ന സമയത്ത് പോലീസ് അവിടെ ചെന്ന് ഇടപെടുമ്പോൾ ഇയാൾ അവിടുത്തെ പ്രാദേശിക നേതാവാണല്ലോ, യൂത്ത് കോൺഗ്രസിൻ്റെ മണ്ഡലം പ്രസിഡന്റ് എന്ന് പറഞ്ഞാൽ അവിടുത്തെ ഒരു എസ് ഐക്ക് അറിയാതിരിക്കില്ല. ഏത് സ്ഥലത്തും ഒരു എസ് ഐക്ക് യൂത്ത് കോൺഗ്രസിൻ്റെ മണ്ഡലം പ്രസിഡന്റിനെ അറിയാതിരിക്കില്ല. പ്രത്യേകിച്ച് പ്രതിപക്ഷത്തുള്ള ഇപ്പോൾ കൂടുതൽ തവണ പോലീസ് സ്റ്റേഷനിൽ പോയിട്ടുണ്ടാവും, പരസ്പരം ഇടപെടേണ്ട അവസരം ഉണ്ടായിട്ടുണ്ടാവും. ഇതിങ്ങനെ ഈ പ്രശ്നം നടക്കുന്നത് കണ്ടിട്ട് ഈ സുജിത്തിൻ്റെ അമ്മ തന്നെയാണ് അത്ര സുജിത്തിനോട് പറയുന്നത് അവിടെ ഇങ്ങനെ ഒരു പ്രശ്നം നടക്കുന്നുണ്ട് എന്ന്. അപ്പോഴാണ് അവിടെ പോയി ഇടപെടുന്നത്. ഇടപെട്ട സുജിത്തിന് നേരെ, അതായത് ഇവരെത്ര ക്രിമിനൽ കൂട്ടമാണ് എന്നുള്ളത് കൊണ്ടാണ് അത് ഒന്നുകൂടി വിശദീകരിക്കുന്നത്. കാരണം ഇവർ ഈ പോലീസ് ഇയാളെ സുജിത്തിനോട് നീ ആരാണിത് ചോദിക്കാൻ എന്നുള്ള മട്ടിലായി അങ്ങോട്ടും ഇങ്ങോട്ടും സ്വാഭാവികമായും ശബ്ദം ഉയർത്തി സംസാരിക്കാനുള്ള ധൈര്യം ഒരു രാഷ്ട്രീയ പ്രവർത്തകൻ എന്ന നിലയിൽ അയാൾക്കുണ്ടാവും. അയാൾ ശബ്ദം ഉയർത്തി സംസാരിച്ചിട്ടുണ്ടാവും. അവിടുന്ന് അതുണ്ടാവണമല്ലോ. ഒരു അനീതി ചോദ്യം ചെയ്യാനുള്ള ആർജവവും ഒക്കെ ഉണ്ടെങ്കിൽ തന്നെ അയാൾക്കൊരു രാഷ്ട്രീയ നേതാവായിരിക്കാൻ പറ്റുള്ളൂ. അയാളത് ചോദ്യം ചെയ്തിട്ടുണ്ട്. അവിടെ നിന്ന് അയാളെ പിടിച്ച് മദ്യപിച്ച് അലമ്പുണ്ടാക്കി എന്ന് പറഞ്ഞിട്ടാണ് ഇയാളെ പിടിച്ചുകൊണ്ട് പോകുന്നത്. പോലീസിൻ്റെ ഒരു അബദ്ധം അപ്പോൾ തന്നെ പറ്റിയിട്ടുണ്ട്. പക്ഷേ ഇവരുടെ ക്രിമിനൽ ബുദ്ധിയാണ് പ്രവർത്തിച്ചത്. മദ്യപിച്ച് ഇയാൾ അലമ്പുണ്ടാക്കി എന്ന് പറഞ്ഞിട്ടാണ് പിടിച്ചുകൊണ്ട് പോകുന്നത്. അവിടെ ഇട്ട് മർദ്ദിക്കുന്നത്, കർണപുടം അടിച്ച് പൊളിക്കുന്നത്, മാത്രമല്ല ഏമാതിരി ഇടിയാണ് ഇടിക്കുന്നതെന്ന് കണ്ടില്ലേ. അപ്പോൾ അത്രയും ക്രൂരമായി ഇവർ പെരുമാറിയതിന് ശേഷം ഇങ്ങനെയാണ് എഴുതി വെച്ചത് FIR. അതായത് മദ്യപിച്ച് അലമ്പുണ്ടാക്കിയാണ് ഇയാളെ പിടിച്ചുകൊണ്ട് വന്നത്. മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കുമ്പോൾ ഒറ്റ കുഴപ്പം, അതിനു മുമ്പ് തന്നെ ഇയാൾ ആവശ്യപ്പെട്ടു എന്നെ മദ്യപിച്ചോ എന്നുള്ളത് പരിശോധിക്കണം. ഇയാൾ രാഷ്ട്രീയ പ്രവർത്തകനായതുകൊണ്ട് ആ കാര്യത്തിൽ വിവരം ഉള്ളതുകൊണ്ട് ഇയാൾ പരിശോധന ആവശ്യപ്പെട്ടു. മെഡിക്കൽ പരിശോധനയിൽ മദ്യപിച്ചിട്ടില്ല എന്ന് തെളിഞ്ഞു. മെഡിക്കൽ പരിശോധനാ റിപ്പോർട്ടും പോലീസിൻ്റെ FIR തമ്മിൽ ചേരുന്നില്ല എന്നുള്ളതുകൊണ്ട് അപ്പം തന്നെ ജാമ്യം അനുവദിച്ചു. ഈ മർദ്ദനത്തിന് ശേഷം പിന്നെ കർണപുടം ചികിത്സിക്കാൻ പോവുകയാണ് പുള്ളി ചെയ്തത്. പിന്നെ അതിനൊപ്പം ഈ നിയമ പോരാട്ടത്തിലും, അതായത് ആ FIR തന്നെ ഇയാളെ കുരുക്കാൻ അപ്പോഴേ പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. പക്ഷേ ആ നിലയ്ക്ക് നടന്നില്ല. കാരണം ഇയാളുടെ ബുദ്ധിപരമായ ഇടപെടലുണ്ട്. ഒരു രാഷ്ട്രീയ പ്രവർത്തകനായതുകൊണ്ട്, പൊതുജനങ്ങളുമായി ബന്ധമുള്ളതുകൊണ്ട്, അയാൾക്ക് വേണ്ടി സംസാരിക്കാൻ ഈ വർഗീസ് ജോവന്റിനെ പോലെയുള്ള ചിലർ ഉണ്ടായതുകൊണ്ട് ഇത് രക്ഷപ്പെട്ടു. ഈ നിലയ്ക്ക് ദൃശ്യങ്ങൾ പുറത്തു വന്നു. ഒരു സാധാരണക്കാരനപ്പോൾ എങ്ങനെയായിരിക്കും ഈ പോലീസ് സ്റ്റേഷനിൽ ഇത്തരം സാഹചര്യങ്ങളെ നേരിടേണ്ടി വരുന്ന അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്ക്. ഏതെങ്കിലും ഇതെന്ത് ശിക്ഷ വിധിക്കാൻ ഒരു പോലീസുകാരനും അധികാരമില്ലല്ലോ. ഒരു പോലീസുകാരനും ഒരു സാഹചര്യത്തിലും ശിക്ഷ വിധിക്കാൻ അധികാരമില്ല. ഇത് ശിക്ഷയാണല്ലോ നടപ്പാക്കുന്നത്. അതായത് ഇയാൾ മദ്യപിച്ചിനി അലമുണ്ടാക്കി എന്ന് തന്നെ ഇരിക്കട്ടെ, പോലീസ് പറയുന്നത് അയാളുടെ പോലീസുകാരൻ്റെ എന്തോ വാച്ച് പൊട്ടിച്ചു എന്നൊക്കെയാണ്. വാച്ച് പൊട്ടിച്ചതിനുള്ള ശിക്ഷയാണ് ഇവർ കൊടുക്കുന്നത്. ഏത് പോലീസ് സ്റ്റേഷനിൽ ഏത് പോലീസുകാരൻ അതിനുള്ള അവകാശമുള്ളത്? അപ്പോൾ ഇതിനകത്ത് സർക്കാരിന് ഒരു തരത്തിലും ഒഴിഞ്ഞു മാറാൻ കഴിയില്ല.